വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് ആർമി. ആരാ വന്നേ? മാമനോ? ചെന്നോക്കാരാന്ന്? അമ്മ അച്ഛൻ രണ്ടാള് പോട്. അയ്യോ കൊന്നേ. ഇതെന്റെ അച്ഛനെ ഞാൻ നോക്കട്ടെ. എന്റെ അച്ഛൻ ഇവിടെ സൈക്കിളും കൊണ്ട് വന്ന് കുത്തുന്ന പോണേ. പോങ്ങോട്ട്. എന്ത് വെറുപ്പാ. ഇതെന്റെ അച്ഛനല്ലേ? എന്റെ അച്ഛനല്ലേ? എന്റെ അച്ഛനല്ലേ ഇത്? ഇതെന്തെന്നാ കയ്യിൽ ഇതായിരിക്കാ? അച്ചാച്ചനാ? അമ്മക്കുണ്ടാ? അച്ചാച്ചന് കൊണ്ടു കൊടുക്കുന്ന അച്ചോടാ. ഇച്ചിരി അമ്മക്ക് തരുവാ? അച്ചാച്ചന് മാത്ര? ഉണ്ട പച്ചോനെ. അച്ചോടാ അച്ചോടാ. അച്ചാച്ചന് വാരി വാരി കൊടുക്കുന്നേ. അതിന് മോളെന്നാ മൂക്കണ്ടേ? മോള് തിന്നു. പൂട്ടിക്കള പൊട്ടേ. സൂപ്പർ അലിയോ. കൊണ്ടാച്ചോ. അച്ചാച്ചനും അമ്മമ്മയും വന്നാലുള്ള യാലിയേൻ്റെ സന്തോഷവും സ്നേഹപ്രകടനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? എന്തൊക്കെയാ അച്ചാച്ചന് ഫുഡ് വാരി കൊടുക്കുന്ന ഒന്നും പറയണ്ട കേട്ടോ. ഭയങ്കര സന്തോഷം തന്നെ യാലിയക്ക്. പിന്നെ യാലിയെ അതിനുശേഷം അച്ചാച്ചന് അവളുടെ കളിപ്പാട്ടെല്ലാം ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ചാച്ച ഇത് ഇന്ന കളിപ്പാട്ടാണ്. അവക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒക്കെ കളിക്കേ. ഇപ്പോൾ ഒരാൾ കൂട്ടിന് കിട്ടിയാലും ഭയങ്കര ഹാപ്പി. പിന്നെ അതിനുശേഷം ഞാനും അമ്മയും കൂടി അടുക്കളയിലേക്ക് കയറിയല്ലേ നമ്മുടെ ഉച്ചത്തേക്കുള്ള സാധനം റെഡിയാക്കാനാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. മത്തീൻ്റെ ഞാളീന് എണർ എന്നാണ് പറയാം. ചില ആൾക്കാർ വേറെന്തോ പറയും തോന്നുന്നു കേട്ടോ. ഈ എണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അതിനുശേഷം ലാലുവട്ടം വന്ന് ലാലുവട്ടം യാലിയേക്ക് മുന്തിരിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. മുന്തിരി മാത്രമല്ല നല്ല കൊഞ്ച് കിട്ടോ, നല്ല വലിയ കൊഞ്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യാലിയേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. യാലിയെ ഇതാണ് കൊഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യാലിയ ഇതാണോ കൊഞ്ച് എന്തൊക്കെയോ തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൊഞ്ച് മുറിക്കുകയാണ്. നല്ല ഫ്രഷ് കൊഞ്ചാണ് കേട്ടോ. അത് മുറിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഫ്രഷ് ആണോന്ന്. അപ്പോൾ അത് ഉപ്പും മുളകൊക്കെ പെരക്കി നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ പൊരിച്ചാലാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പത്തിയും എണറും ഒക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കറി വെച്ചു കേട്ടോ. കറി എന്ന് വെച്ചാൽ മോര് കറിയാണ് വെച്ചത്. മോര് കറി ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പേരിക്ക് എന്ന് വെച്ചാൽ ഇത് മാമ്പ് മീൻസ് നമ്മുടെ വായയുടെ പിന്നെ മറ്റേ കൊലയമനുണ്ടാകുന്ന ഒരു സാധനം ഇല്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അതാണ് മാമ്പ്. അത് നല്ലതാണ് കേട്ടോ ശരീരത്തിനൊക്കെ. നമുക്ക് കിട്ടാത്തൊരു സാധനമാണ്. പിന്നെ നല്ല വെയിലറച്ച സമയത്ത് ഞാനിത് ആ ഡ്രസ്സും വാരി ഓടിക്കിട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട്. മഴ തന്നെയാണല്ലോ. വെയിലറച്ചപ്പോൾ സന്തോഷമായി. മൊത്തം വാരിയിട്ട് മിറ്റത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വെയിലെല്ലാം കൊണ്ട് വന്നപ്പോഴേക്ക് ക്ഷീണം പിടിച്ച് ഒരു മോരൊക്കെ കലക്കി കുടിച്ച് പിന്നെ വീണ്ടും പണിയിലേക്ക് കടന്നു കേട്ടോ. പണിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നവരും മുറ്റത്തുനിന്ന് യാലിയെ ലോക കളിയാണ് കേട്ടോ. അവളുടെ കളിയും കണ്ടുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ഓളെ കളിയും കണ്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നവരെ പണിയെടുക്കുന്നതേ അറിയൂല കേട്ടോ. കണ്ടില്ലേ, ആദ്യം സൈക്കിൾ ഓടിക്കുന്നു, പിന്നെ കാർ ഓടിക്കുന്നു, പിന്നെ അതിനുശേഷം കാറിൽ വേറൊരാളുകൂടി വന്ന് അതാരാന്ന് മനസ്സിലാക്കില്ല. ഓള് ചോദിക്കുന്നേരം പറയുന്ന ഓളെ വാവയാണ് എന്നാന്ന്. എപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. വണ്ടിയിൽ ഒരാളെയും വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യാലിയേൻ്റെ കളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. പായക്ക് വിരിച്ച് നിലത്തിരുന്ന് കഴിക്കുക കേട്ടോ. നിലത്തിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണല്ലേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചന്ദനപ്പടിയിട്ടിട്ട് ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കൂലേ അല്ലേ? അയ്യൊരു ഓർമ്മയാണ് വരുന്നത്. കണ്ട ഓളോളെ പാവേനെ വിടൂല.
ഭക്ഷണം ഓള് വാരിത്തുന്ന പിന്നെ പാവക്ക് വാരി കൊടുക്കുക. എന്നാലോ ഓള് വാരിത്തുന്നൊക്കെ ഉണ്ട്, എന്നാൽ ഓളെ വായിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പം അമ്മ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് വാരി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വാരി കൊടുക്കാൻ വേണ്ടി നിന്നിട്ട് ഒരു കാര്യമില്ല, ഓള് കൊന്നിട്ട് വായി തുറക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് എൻ്റെ മക്കളെ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കുന്നുണ്ട്, എന്നാൽ കളിയേ നടക്കുന്നുള്ളൂ. അങ്ങനെയോ ഒരു വായ അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളായിട്ടുള്ള യുദ്ധം തുടരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.